അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം മുതൽ രാജ്യത്താകെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ മില്ലറ്റ് മേഖലയിൽ നടന്നിട്ടുണ്ട്. കേരളത്തിലും നടക്കുന്നുണ്ട്. പല സ്ഥലത്തും ഇത് നിർത്തിപ്പോകുന്ന അവസ്ഥയുമുണ്ട്. ഒരാഘോഷം ആക്കിയിട്ട് പിന്നെ അങ്ങ് അവസാനിക്കുകയാണ്. പക്ഷേ ഇത് വിജയകരമായി ചഞ്ചലയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട്. എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് വന്നത്? നമ്മൾ 2-3 കാര്യങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മില്ലറ്റുകൾ വിൽക്കുന്ന സമയത്ത് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ആളുകൾക്ക് ഉപയോഗിക്കാൻ അറിയത്തില്ല. പിന്നെ നമ്മൾ എത്ര ഗുണമുള്ള സാധനമാണെന്ന് പറഞ്ഞാൽ അവർക്ക് നാവിനൊരു രുചി വേണം. രുചി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കഴിക്കുന്നതിനെ പറ്റി പിന്നെ അവർ ചിന്തിക്കത്തുള്ളൂ. ചിലപ്പോൾ ഒന്ന് മേടിച്ചേക്കാം, കണ്ടിന്യൂ ചെയ്യത്തില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ പിന്നെ എല്ലാ മില്ലറ്റുകളും കഴുകി കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ വാങ്ങുന്ന ഒരാൾക്ക് കഴുകണമെന്നുള്ള ബുദ്ധിമുട്ടങ്ങ് മാറ്റി കൊടുത്തു. പിന്നെ അതുപോലെ വിഭവങ്ങളാക്കാൻ ഞങ്ങളതൊരു ഏകദേശം ഒരു 1.5 വർഷം എടുത്തിട്ടാണ് ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന പഠിച്ചെടുത്തത്. അതിന് കൂടുതൽ സഹായിച്ചത് CPCRL കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ജിസി ജോർജ് മാഡമാണ്. മാഡം ഞങ്ങളും കൂടി ഇരുന്നിട്ട് ഇതിൻ്റെ ഒരു റെസിപ്പി കുറേ കഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ റെസിപ്പി തയ്യാറാക്കി. ഇപ്പം എല്ലാ മില്ലറ്റുകളും കൊണ്ട് നമുക്ക് എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കാൻ പറ്റില്ല. ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന മില്ലറ്റ് കൊണ്ട് ചിലപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കാൻ പറ്റില്ല. ദോശ ഉണ്ടാക്കാൻ പറ്റുന്ന മില്ലറ്റ് കൊണ്ട് പുലാവ് ആക്കാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ മനസ്സിലാക്കി എടുത്തിട്ടാണ് കഫേയിൽ ഓരോ ദിവസവും നമ്മൾ ഓരോ മില്ലറ്റ് കൊണ്ടുള്ള ഓരോ വിഭവങ്ങൾ കൊടുക്കാറുണ്ട്. നമ്മൾ ഗ്രൂപ്പ് ഉണ്ടാക്കി ഗ്രൂപ്പിനകത്തൂടെ ആ മില്ലറ്റിൻ്റെ ഗുണങ്ങൾ, ആ മില്ലറ്റ് കൊണ്ടുള്ള പ്രത്യേക വിഭവം, അതിൻ്റെ കൂട്ടത്തിൽ ഒരു വെജിറ്റബിൾ കറി, അങ്ങനെ ആയപ്പോഴാണ് ആളുകൾ പതിയെ ആ മില്ലറ്റ് കൊണ്ട് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ പറ്റുമല്ലോ എന്ന് മനസ്സിലാക്കിയത്. മില്ലറ്റ് എന്ന് പറയുമ്പോൾ ചെറുധാന്യങ്ങളാണ്. പൊതുവെ ആളുകളുടെ ഒരു അറിവിലേക്കായിട്ട് എന്തൊക്കെയാണ് ഈ ചെറുധാന്യങ്ങളിൽ പെടുന്നത് എന്ന് പറഞ്ഞത്? മില്ലറ്റ് എന്ന് പറയുമ്പോൾ 5 പോസിറ്റീവ് മില്ലറ്റുകളാണ് നമുക്ക് പ്രധാനമായിട്ട് കഴിക്കാൻ ഏറ്റവും നല്ലത്. ഇതിൽ റാഗിയൊക്കെ ന്യൂട്രൽ മില്ലറ്റാണ്, അത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. എങ്കിൽ ഈ പോസിറ്റീവ് മില്ലറ്റിനെ പറ്റി നമുക്കൊരു നല്ല അറിവുള്ളത് നല്ലതാണ്. പിന്നെ മില്ലറ്റുകളെല്ലാം കുതിർത്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ അത് പലപ്പോഴും ആളുകൾക്ക് അറിയില്ല. പിന്നെ മില്ലറ്റുകൾ പരസ്പരം മിക്സ് ചെയ്ത് കഴിക്കാൻ കഴിവതും പാടില്ല. അതാണ് നമ്മുടെ ട്രെയിനിങ്ങിൽ പറയുന്നതും അങ്ങനെ തന്നെയാണ്. മില്ലറ്റ് ഇപ്പോൾ ചാമ ആണെങ്കിൽ ചാമ മാത്രമായിട്ട് കഴിക്കുക, വരകാണെങ്കിൽ വരക മാത്രമായിട്ട്. പക്ഷേ നമുക്ക് വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മൾട്ടി മില്ലറ്റ് മിക്സ് എന്നൊക്കെ പറഞ്ഞ് എല്ലാത്തരം മില്ലറ്റുകളും ചേർന്നിട്ടുള്ള അതൊക്കെ ഷോപ്പുകളിൽ ലഭ്യമാകാറുണ്ട്. പിന്നെ ഏറ്റവും നല്ലത് അൺപോളിഷ്ഡ് മില്ലറ്റ് കഴിക്കുക എന്നുള്ളത്. നമ്മളിവിടെ നമ്മുടെ ഷോപ്പിൽ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കുന്നതും നമ്മൾ കഞ്ഞിക്കുട്ടികളാക്കുന്നതും എല്ലാം അൺപോളിഷ്ഡ് മില്ലറ്റുകളാണ്.